നമസ്കാരം. വലിയ ഇടിവിൽ നിന്ന് തിരിച്ചു കയറി കുതിച്ച സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ആഭരണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് കേരള വിപണിയിലും കാണുന്നത്. അതേസമയം ഈ ട്രെൻഡ് തുടരുമെന്ന് പറയാൻ സാധിക്കില്ല. എണ്ണവിലയും വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് അവസരമാണ്. ഇറക്കുമതി നികുതി കേന്ദ്ര സർക്കാർ കുറച്ചതിനാൽ സ്വർണ്ണവിലയ്ക്ക് വലിയ ഇടിവ് വന്നിരുന്നു. പവന് 50,400 രൂപ വരെ താഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ ആഗോള വിപണിയിൽ വില ഉയർന്നതോടെ ഇന്ത്യയിലും വില കൂടുകയായിരുന്നു. 51,840 രൂപ വരെ പവൻ വില എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് വലിയ ഇടിവ് ഇന്ന് വന്നിട്ടുള്ളത്. 22 ക്യാരറ്റ് സ്വർണം ഒരു പവന് 51,120 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒടുവിലായി 640 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഗ്രാമിന് 80 രൂപ കുറഞ്ഞ 6,390 രൂപ എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 70 രൂപ കുറഞ്ഞ 5,285 രൂപയിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ 3 രൂപ കുറഞ്ഞ ഗ്രാമിന് 87 വിലയായിട്ട് വരുന്നത്. അന്തർദേശീയ വിപണിയിൽ കഴിഞ്ഞ ദിവസം ഔൺസ് സ്വർണത്തിന് $2,458 വരെ ഉയർന്ന ശേഷം $2,360 താഴുകയായിരുന്നു. $2,410 ഇപ്പോൾ വില നിൽക്കുന്നത്. ഡോളർ സൂചിക കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. ഇന്ന് നേരിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഉള്ളത്. 102.83 എന്ന നിരക്കിലാണ് സൂചികയുള്ളത്. അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്ന പ്രചരണം ഉണ്ടായതോടെ ഡോളർ നിക്ഷേപം വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടതാണ് തകർച്ചയ്ക്ക് കാരണമായത്. അതേസമയം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം 83.85 എന്ന സർവകാല റെക്കോർഡ് തകർച്ചയിലാണ്. എണ്ണവിലയിൽ കഴിഞ്ഞ ദിവസം വലിയ ഇടിവ് നേരിട്ടിരുന്നു. എങ്കിലും ഇന്ന് നേരിയ മുന്നേറ്റം പ്രകടമാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $77.22 പുതിയ വില. UAEയുടെ മർബൻ ക്രൂഡ് ബാരലിന് $75.86 വില. അമേരിക്കയുടെ WTI ബാരലിന് $74.05 വിലയായിട്ട് വരുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം എണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ എണ്ണവിലയിൽ കാതലായ മാറ്റം സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അനുകൂലിക്കുന്ന ഘടകങ്ങളാണ്. 5% പണിക്കൂലിയും 3% GSTയും ചേർത്തുള്ള സംഖ്യയാണ് ആഭരണം വാങ്ങുമ്പോൾ നൽകേണ്ടി വരിക. 55,000 രൂപയ്ക്ക് അകത്ത് ഒരു പവൻ ആഭരണം ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1,00,000-ൽ താഴെ മാത്രമേ കിട്ടുകയുള്ളൂ. തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ പഴയ സ്വർണം സ്വീകരിക്കുക. എന്തായാലും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, നല്ലൊരു സമയമാണ്. ഇനി ഒരുപക്ഷെ കുറയുമെന്ന് കരുതി കാത്തിരിക്കേണ്ട. ചിങ്ങമാസമൊക്കെ വരാനിരിക്കുകയാണ്. കല്യാണ സീസണാണ് വരാനിരിക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വർണം വാങ്ങുകയോ അതല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആയിരിക്കും ഉചിതം. അമേരിക്കയിൽ പലിശ നിരക്ക് അടുത്ത മാസം കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നും വിവരമുണ്ട്. അതായത് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജ്വല്ലറിയിലേക്ക് പോവുക, സ്വർണം വാങ്ങുക, അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക. ഡോളർ സൂചിക 106-ൽ നിന്ന് 103-ലേക്ക് താഴ്ന്നെത്തിയതും സ്വർണ്ണവില കൂടാൻ കാരണങ്ങളിൽ ഒന്നാണ്.